എല്ലാവർക്കും നമസ്കാരം. ഇൻഫോമിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാ അധ്യാപകർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ സമ്പൂർണ്ണയിൽ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനും അഡ്മിറ്റ് ചെയ്യാനും വേണ്ടി പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ആദ്യം നമ്മൾ സമ്പൂർണ്ണ സൈറ്റ് ഓപ്പൺ ചെയ്യുക. സമ്പൂർണ്ണ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്കറിയാം യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക. ഇവിടെ നമ്മൾ ഓരോ ക്ലാസ്സിലും പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായിട്ട് മുകളിൽ ഈ കാണുന്ന ടാബ്സിൽ ക്ലാസ് ആൻഡ് ഡിവിഷൻ എന്ന ടാബ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മളുടെ സ്കൂളിലെ 3 ക്ലാസ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും പുതിയ അധ്യയന വർഷത്തെ ഡിവിഷനുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ആദ്യത്തെ ക്ലാസ് 5ാം ക്ലാസ് 5th സ്റ്റാൻഡേർഡിൽ ഒരു പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് 5th സ്റ്റാൻഡേർഡിൽ ക്ലിക്ക് ചെയ്യുക. 5th സ്റ്റാൻഡേർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ 5th സ്റ്റാൻഡേർഡിലെ എല്ലാ ഡിവിഷനും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പം ഈ സ്കൂളിലെ 5th സ്റ്റാൻഡേർഡിൽ ഒരു ഡിവിഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡിവിഷൻ മാത്രം കാണിക്കുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ അധ്യയന വർഷത്തെ ഡിവിഷനാണ്. ഇനി നമുക്ക് പുതിയ അധ്യയന വർഷത്തെ, അതായത് 2023-24, ഇപ്പോൾ കിടക്കുന്നത് 2022-23-ലെയാണ്. അപ്പോൾ 2023-24ലേക്ക് പുതിയ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യണം 5ാം ക്ലാസ്സിൽ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിലുള്ള ഇവിടെ ന്യൂ ഡിവിഷൻ എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ ആദ്യം നൽകേണ്ടത് ഡിവിഷൻ നെയിം ആണ് നൽകേണ്ടത്. ഡിവിഷൻ നെയിം ABC ആ ഒരു ക്രമത്തിലാണ് കൊടുക്കേണ്ടത്. വേറൊരു പേരും കൊടുക്കാൻ പാടുള്ളതല്ല. ഞാനിവിടെ A എന്ന് കൊടുക്കുന്നു. ഡിവിഷൻ A ആണ്, A ഡിവിഷനാണ്. അപ്പോൾ A എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1 ജൂൺ ആണ്. അപ്പോൾ ഡേറ്റ് അവിടെ 1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം മെയ് മാറ്റി ജൂൺ കൊടുക്കുകയാണ്. 2023 അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അടുത്ത അധ്യയന വർഷം എന്നുള്ളത് 2023-24 ഇത് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ എൻഡ് ഡേറ്റ്, അപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തു 1 ജൂൺ 2023. അടുത്ത എൻഡ് ഡേറ്റ്, ആ അധ്യയന വർഷം അവസാനിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 31 മെയ് ആണ്. 31 മെയ് അതേപോലെ തന്നെ മാറ്റേണ്ട ആവശ്യമില്ല. 31 മെയ് 2024. അപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് 1 ജൂൺ 2023. എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മെയ് 2024. ഇനി അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഒരു ഡിവിഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തു. ഇനി നമുക്ക് താഴെ കാണുന്ന ഈ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, 5ാം ക്ലാസ്സിൽ പുതിയൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തു. 2023-24 A എന്ന് പറയുന്ന പുതിയൊരു ഡിവിഷൻ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ നമ്മൾ ഈ ഒരു ഡിവിഷനിലേക്കാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് പിന്നീട് പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ഇനി നമുക്ക് ഓരോ ക്ലാസ്സിലും ഇതേപോലെ പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യണം. 5ാം ക്ലാസ്സിൽ ഇപ്പം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും 6ാം ക്ലാസ്സിൽ പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് 6ാം ക്ലാസ്സിലേക്ക് പോകണം. അതിനായിട്ട് ഇവിടെ നിന്ന് തന്നെ പോകാൻ സാധിക്കും. ഇവിടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞ ടാബിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് 6ാം ക്ലാസ് സെലക്ട് ചെയ്യാം. 6th സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ 6th സ്റ്റാൻഡേർഡിലെ ഡിവിഷൻ വന്നു. ഇവിടെ ഒരു ഡിവിഷൻ മാത്രമേ ഉള്ളൂ. 2022-23 പഴയ ഡിവിഷനാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പുതിയൊരു ഡിവിഷനും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടി മനസ്സിലാക്കി തരാണ്. വീണ്ടും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരികയാണ്. ന്യൂ ഡിവിഷൻ എടുക്കുന്നു. അതിനുശേഷം ഡിവിഷൻ നെയിം A എന്ന് കൊടുക്കുന്നു. സ്റ്റാർട്ട് ഡേറ്റ് 1 ജൂൺ, മെയ് മാറ്റി ജൂൺ കൊടുക്കുന്നു. 2023-24 അങ്ങനെ തന്നെ. ഇവിടെയും എൻഡ് ഡേറ്റ് 31 മെയ്, അത് മാറ്റണ്ട. അപ്പം 1 ജൂൺ 2023, 31 മെയ് 2024 വരെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ഒരു പുതിയ ഡിവിഷനാണ്. അതിനുശേഷം തൊട്ട് താഴെ സേവ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ 6ാം ക്ലാസ്സിലും പുതിയ ഒരു ഡിവിഷൻ നമ്മൾ 2023-24ലേക്ക് പുതിയൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഡിവിഷൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, വേണമെങ്കിൽ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലും ഒക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പുതിയ അധ്യയന വർഷത്തെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ തന്നെ അഡ്മിറ്റ് ചെയ്യാനും നമ്മൾ പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
അപ്പം പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇനി നമുക്ക് കുട്ടികളെ ആഡ് ചെയ്യുകയും വേണം, അഡ്മിറ്റ് ചെയ്യുകയും വേണം, ഈ ഡിവിഷനുകളിലേക്ക് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അവിടെ പോയി നിങ്ങൾക്ക് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ഓഫ് യു ടേക്ക് കെയർ. താങ്ക് യു. ബൈ.